ഹലോ, വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങൾക്ക് റീൽസ് ഇടാനും അതുപോലെ നിങ്ങൾക്ക് പാടാനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്. ഇനിയും ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറയാതെ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം കൂടുതൽ ആളുകളിലേക്ക് ആ പാട്ടുകൾ എത്തുമല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. വിഷു വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ. നമുക്ക് ഏത് പാട്ട് പാടണം എന്ന് ആലോചിക്കുമ്പോൾ കുറേ പാട്ടുകൾ വരും. അപ്പം നമുക്ക് എല്ലാ പാട്ടുകളും ഇങ്ങോട്ട് പാടി ഫലിപ്പിക്കാൻ പറ്റണമെന്നില്ല. ചില പാട്ടുകൾ നമുക്ക് പാടാൻ പ്രയാസമായിരിക്കും. അപ്പം നിങ്ങൾക്ക് പാടാൻ പറ്റിയത് ഇതിലേത് പാട്ടാണ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പാടാം കേട്ടോ. നമ്മൾ മലയാളികൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ട് വിഷു ആയാൽ. ഏത് പാട്ടാണത്? കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണിടും ഭഗവാനേ. ഈ ഒരു പാട്ടുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തെ പാട്ട് ഏതാ നോക്കൂ. ഈ കണി കാണും നേരം എന്നുള്ള പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മളെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് പോയി കണ്ട് കേട്ട് പഠിക്കാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ പാട്ട് ഏതാണ്? കേശാദിപാദം തൊഴും നീ കേശവ കേശാദിപാദം തൊഴും നീ. ഓക്കെ, മൂന്നാമത്തെ പാട്ട് നോക്കിക്കേ. അമ്പാടി തന്നിലൊരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ കോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ. ഇത് മൂന്നാമത്തെ. ഇനി നാലാമത്തെ പാട്ട് ഏതാ നോക്കി. ചേത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പാട്ട്. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കുരലാരം കെട്ടി ഒഴുകിയിടും മാറ്റിൻ്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു. ഇത് ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. നമുക്ക് നോക്കാം അടുത്തത് ഏതാന്ന്. അടുത്തത് ഏതാ നോക്കിക്കേ. ഞാൻ നിങ്ങൾക്ക് ഈ വർഷം പഠിപ്പിച്ചു തന്ന പാട്ടാണ്, ട്യൂട്ടോറിയൽ ചെയ്ത പാട്ടാണ്. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ ഭവാൻ, എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ ഇനി എന്താകിലും നിൻഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമീ പാരിലഹോ. ഈ പാട്ട്. ഇനി ഇതൊക്കെ നമ്മൾ ഭഗവാന്റെ നാമത്തിലുള്ള പാട്ടുകളാണ്. അല്ലാത്ത പാട്ടുകൾ നമുക്ക് നോക്കാം. പഴയ സിനിമയിൽ, അതായത് അമ്മയെ കാണാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ ഫിലിമാണ്. അതിൻ്റെ അകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഏതാണെന്നറിയാവോ? കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഇനി നിന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണിപ്പൂവേ കൊന്നപ്പൂവേ. അങ്ങനെ ഒരു പാട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ആളുകൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ കേൾക്കാത്ത ആളുകൾ ആ പാട്ടൊക്കെ ഒന്ന് പോയിട്ട് കേൾക്കുക കേട്ടോ. കേട്ട ആളുകൾക്ക് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. നമുക്ക് നോക്കാം അടുത്ത പാട്ട് ഏതാണ്. അടുത്തത് ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ വിഷു പക്ഷി ചിലച്ചു നാണിച്ചു ചിലച്ചു, അങ്ങനെ ഒരു പാട്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അതും കേൾക്കുക. അടുത്തത് പഴയ സിനിമയിൽ, അതായത് ചുക്ക് എന്ന സിനിമയിൽ സംക്രമ വിഷു പക്ഷി സംവത്സര
പാട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്, മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി. ആ പാട്ട് അല്ലേ? ഏതാ സിനിമ? കമൻറ്റ് ചെയ്യണേ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ആ പാട്ട് അത് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് കേൾക്കണം. അത്രയും നല്ലൊരു പാട്ടാണ്. ഇതേതാ സിനിമ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്, മഞ്ഞക്കടി കൊന്ന കൊമ്പിലേ മണിക്കൂടെങ്ങു പോയി, കുഞ്ഞിക്കുയിൽ പെണ്ണു പാടുവീ മഴപ്പാട്ടെങ്ങു പോയി. അടുത്തത് സിന്ദൂര ചെപ്പ് എന്ന സിനിമയില്, അമ്പല നടകൾ പൂവണിഞ്ഞു പൊൻപണം ഇന്നിൻ കൈ നിറഞ്ഞു, വിഷുക്കടി കൊന്ന പൂങ്കാവിൽ. അത് നല്ല രസമുള്ളൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇനിയുണ്ട്. നിങ്ങൾക്കറിയുന്ന പാട്ടുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വിഷുവിന് ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടിയിട്ട് നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തന്നെ കേൾക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനൊക്കെ പ്രയാസമാണ്, വിഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാം. നമുക്കൊന്ന് സന്തോഷിക്കാം നമ്മളെ പാട്ട് കേട്ടിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.